എനിക്ക് നല്ല ടഫായിരുന്നു എക്സാം, ഈ കഴിഞ്ഞ എക്സാം. അപ്പൊ ഞാൻ എല്ലാവരോടും പറഞ്ഞു ഭയങ്കര ടഫായിരുന്നു. പക്ഷെ ആ കറക്റ്റ് മെത്തേഡിൽ ക്രൈറ്റീരിയസ് വെച്ച് ചെയ്തോണ്ടായിരിക്കും ഞാൻ കറക്റ്റ് പാസ്സായി. നീ ദിവസത്തിൽ പഠിച്ചോട്ട് എല്ലാവർക്കും ഉറപ്പുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു നീ ഇപ്രാവശ്യം എന്തായാലും പാസ്സാവും, ഒന്നും പേടിക്കണ്ടെന്ന്. അവർക്ക് എല്ലാവർക്കും ഉറപ്പായിരുന്നു. നീതൂസിൽ പഠിച്ചുകൊണ്ടാണ് ഇപ്പൊ സെക്കൻഡ് ടൈമിൽ ഇങ്ങനെ എനിക്ക് കിട്ടിയത്. എനിക്ക് എന്റെ ഫ്രണ്ടാണ് എന്നോട് പറഞ്ഞത് നീതൂസിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. 2870 ആയിരുന്നു ലാസ്റ്റ് ലിസണിങ്. 270 ആയിരുന്നു ലിസണിങ്ങിന്. അതാണ് ഇപ്പൊ എവിടെ എത്തിയിരിക്കുന്നത്? 380. നീതൂസ് ഡെഫിനറ്റ്ലി ഒരു ഗ്രേസ് ഉള്ള അക്കാഡമിയാണ്, അത് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. ഇവിടുത്തെ നീതൂസിന്റെ ഒരു കാൻഡിഡേറ്റ് ആണെന്ന് പറയുന്നത് തന്നെ എനിക്കൊരു സന്തോഷം തന്നെയാണ്. ഇവാലുവേഷൻ ക്രൈറ്റീരിയ വെച്ചിട്ടുള്ള ഒരു സ്ട്രക്ചർ ഇവിടെ വന്നിട്ടാണ് എനിക്ക് കിട്ടിയതും. അത് ഒത്തിരി ഹെൽപ്പ് ചെയ്തു എന്നെ. ഇപ്പൊ എക്സാമിലും ഇവിടെ സ്പീക്ക് ചെയ്തപ്പോ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഗുഡ് ഈവനിങ് ടു ഓൾ. വീണ്ടും ഒരു എക്സ്ക്ലൂസീവ് വിന്നേഴ്സ് മീറ്റുമായിട്ട് നമ്മൾ എത്തിയേക്കുവാണ് അല്ലെ? യെസ്, എല്ലാരും എക്സൈറ്റഡ് ആണോ? എല്ലാരും അൺമ്യൂട്ട് ചെയ്തേ. കയറി വന്നപ്പോ എല്ലാരും മ്യൂട്ട് ചെയ്താണ്. എല്ലാരും അൺമ്യൂട്ട് ചെയ്തേ. എക്സൈറ്റഡ് ആണോ? അതെ, അടിപൊളി. നമ്മുടെ ഓഫ്ലൈനിലെ വിന്നേഴ്സ് ഉണ്ട്, ഓൺലൈനിലെ വിന്നേഴ്സ് ഉണ്ട് അല്ലെ? അതെ, ഓക്കെ. കുറെ പേര് ഡ്യൂട്ടിയിലുണ്ട്, കുറച്ചുപേരൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ട്. യെസ്, അവർ ജോയിൻ ചെയ്യട്ടെ അല്ലെ? ഓക്കെ, വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് രഞ്ജു. ഹായ് രഞ്ജു. രഞ്ജു വി ആർ. യെസ് രഞ്ജു, പറഞ്ഞേ, എന്താ തോന്നുന്നത്? എത്ര മന്ത് ട്രെയിനിങ് പ്രോഗ്രാം ആണ് എടുത്തത്? ഞാൻ ആദ്യം 3 മന്ത് എടുത്തിരുന്നു. 3 മന്ത് ആയിരുന്നു. 3 മന്ത് എടുത്തു. ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തു ജനുവരി 11th. അത് കഴിഞ്ഞ് പിന്നെ ഒരു ക്രാഷ് കോഴ്സ് എടുത്തിട്ട് പിന്നെ സെക്കൻഡ് അറ്റംപ്റ്റ് ചെയ്തു, അതിൽ കിട്ടി. സ്കോർ എങ്ങനെയാണ് രഞ്ജു എന്ന് പറയാമോ? സ്കോർ 3 ബിയും 1. ഏറ്റവും ടഫ് ആയിട്ടുള്ള മോഡ്യൂൾ ഏതായിരുന്നു രഞ്ജു? എനിക്ക് ചെയ്തപ്പോ സ്പീക്കിംഗ് ആയിരുന്നു ടഫായിട്ട് തോന്നിയത്. ഓക്കെ, ബാക്കിയെല്ലാം ഓക്കെ ആയിട്ട് തോന്നി. ഫസ്റ്റ് അറ്റംപ്റ്റിനെക്കാളും ടഫായിരുന്നു എന്ന് എനിക്ക് തോന്നി സെക്കൻഡിൽ. പക്ഷെ എനിക്ക് സെക്കൻഡ് ടൈമിലാണ് കിട്ടിയത്. സെക്കൻഡ് ടൈമില് ക്രാക്ക് ചെയ്തു. അടിപൊളി. അപ്പൊ ഇന്നൊരു വിന്നർ ആയിട്ട് വന്നിരിക്കുമ്പോ എന്താ തോന്നുന്നത്? നീതൂസിന്റെ ഒരു ജേർണിയെ പറ്റി, അല്ലെങ്കിൽ എന്താ പറയാ, കുറെ ആളുകളൊക്കെ അല്ലെ OET ചെയ്യാൻ പറ്റുമോ, ഇത് നടക്കും എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന ആളുകളുണ്ട്. അവരോട് എന്താ പറയാനുള്ള രഞ്ജു? ഉറപ്പായിട്ടും നടക്കും. നമ്മൾ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നടക്കും. പിന്നെ നീതൂസിൽ പഠിച്ചുകൊണ്ടാണ് ഇപ്പൊ സെക്കൻഡ് ടൈമിൽ ഇങ്ങനെ എനിക്ക് കിട്ടിയത്. എനിക്ക് എന്റെ ഫ്രണ്ടാണ് എന്നോട് പറഞ്ഞത് നീതൂസിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ നീതൂസിൽ വന്നത്. ഞാൻ നീതൂസിൽ മാത്രമേ പഠിച്ചിട്ടുള്ളൂ കേട്ടോ. ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ നീതൂസിന്റെ എക്സ്ക്ലൂസീവ് പ്രൊഡക്റ്റ് ആണ്, ഫ്രണ്ട് റെഫർ ചെയ്തിട്ടാണ് നീതൂസിലോട്ട് വന്നത്. ഇന്നൊരു വിന്നർ ആയിട്ട് വന്നു പറയാണ് യെസ് ഇറ്റ് ഇസ് പോസിബിൾ അല്ലെ? ഒത്തിരി സന്തോഷം, ഒരുപാട് സന്തോഷം രഞ്ജു. രഞ്ജു എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? ഞാൻ ചേർത്തലയാണ് അല്ലെ? ഓക്കെ, അടിപൊളി. ഗോഡ് ബ്ലെസ് യു ഡിയർ. സോ എത്രയും പെട്ടെന്ന് പ്രോസസിങ് കാര്യങ്ങളൊക്കെ നടക്കട്ടെ അല്ലെ? എല്ലാവിധ അസിസ്റ്റൻസും ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, എന്ത് കാര്യത്തിനും കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. വി വിൽ മൂവ് ഓൺ വിത്ത് സിന്ധു. ഹായ് സിന്ധു. യെസ് മാം, ഗുഡ് ഈവനിങ് മാം. യെസ്, ഗുഡ് ഈവനിങ്. യെസ് സിന്ധു, എന്താ തോന്നുന്നത്? എക്സൈറ്റഡ് ആണോ? എന്താ പറയാനുള്ള? എന്റെ ഫസ്റ്റ് OET എക്സാം ആയിരുന്നു മാം. ഓക്കെ, ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. യെസ്, അതെ. അപ്പൊ ഞാൻ ഓൾറെഡി വർക്കിംഗ് ഷെഡ്യൂൾസിനിടയിൽ പ്രാക്ടീസ് ചെയ്യാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ട്, പക്ഷെ എന്തായാലും മേടിക്കും എന്നുള്ളൊരു ഇതെനിക്കുണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞ റിസൾട്ട് വന്നപ്പോ ഞാൻ ഞെട്ടിപ്പോയ മാം. സത്യമായിട്ടും ഞാൻ ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞു, കാരണം അത്യാവശ്യം എനിക്ക് ഇച്ചിരി ടഫായിട്ട് തോന്നി. അറ്റൻഡ് ചെയ്യുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റും എല്ലാം കൂടെ ആയിട്ടൊരു. അപ്പൊ ഞാൻ ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞു, ഇനി ഞാൻ വിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞാൻ നീതൂസിൽ ജോയിൻ ചെയ്തോണ്ട് മാത്രമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേര് റിസൾട്ട് വന്നപ്പോ, ഇപ്പൊ ഞാൻ വർക്കിംഗ് ആണ്, അപ്പം ജോലി സ്ഥലത്തായാലും ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടിയത് എന്നൊക്കെ ചോദിക്കാം. നീതൂസ് ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. ഡ്യൂട്ടി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും എല്ലാവരും എന്റെ റിസൾട്ട് കാത്തിരിക്കുമായിരുന്നു സത്യത്തിൽ. പക്ഷെ എല്ലാവരും നല്ല എക്സൈറ്റഡ് ആണ്. ഒത്തിരി സന്തോഷം. സിന്ധുവിന്റെ സ്കോർ ഒന്ന് പറയാമോ സിന്ധു? ലിസണിങ്ങിന് 350 ഉണ്ട്, പിന്നെ സ്പീക്കിങ്ങില് 380, റൈറ്റിംഗ് 360. ഓക്കെ, അടിപൊളി. അപ്പൊ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് സിന്ധു? എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? അതെ മാം, ഞാൻ ഗവൺമെന്റ് സെക്ടറിൽ വർക്ക് ചെയ്യാണ്. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാം. ഓക്കെ, അടിപൊളി. അപ്പൊ ഗവൺമെന്റ് സെക്ടറിൽ അല്ലെ എല്ലാ വിന്നേഴ്സ് മീറ്റിലും 1-2 പേരൊക്കെ സർവീസിലുള്ളവരുണ്ട്. ഒരുപാട് സന്തോഷം. യെസ്, ഒരുപാട് ആളുകൾ ഇനിയും അല്ലെ യെസ് ഒരു OET എന്ന് പറയുന്ന ഒരു കാര്യത്തിലോട്ട് വരാൻ ഇതൊരു പ്രചോദനമാവട്ടെ അല്ലെ? ഓക്കെ, ഒത്തിരി സന്തോഷം, ഒരുപാട് സന്തോഷം സിന്ധു. വി വിൽ മൂവ് ഓൺ വിത്ത് അഞ്ജലി. ഹായ് അഞ്ജലി. അഞ്ജലി VS. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ് അഞ്ജലി, പറഞ്ഞേ. ഭയങ്കര ഹാപ്പിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. പിന്നെ ഫാമിലി ആണെങ്കിലും എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഞാനിപ്പോ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാന്
അതെ, തേർഡ് അറ്റംപ്റ്റ് ആയിരുന്നു. അപ്പം വേറെ 2 അക്കാദമി പഠിച്ചിട്ടാണ് നീതൂസിൽ വന്നത്. അപ്പം എനിക്ക് റീഡിങ്ങും ലിസണിങ്ങും ഭയങ്കര ടഫ് ആയിരുന്നു എനിക്ക്. അപ്പം ബാക്കിയുള്ള സ്ഥലത്ത് വെച്ചാൽ റീഡിങ്ങും ലിസണിങ്ങും ഒക്കെ സ്വന്തമായിട്ട് പഠിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. ഇവിടെ വന്നപ്പോ ആണ് കറക്റ്റ് ക്രൈറ്റീരിയാസും കറക്റ്റ് മെത്തേഡ് വെച്ച് ചെയ്ത് നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. എനിക്ക് നല്ല ടഫായിരുന്നു എക്സാം, ഈ കഴിഞ്ഞ എക്സാം. അപ്പൊ ഞാൻ എല്ലാവരോടും പറഞ്ഞു ഭയങ്കര ടഫായിരുന്നു. പക്ഷെ ആ കറക്റ്റ് മെത്തേഡിൽ ക്രൈറ്റീരിയസ് വെച്ച് ചെയ്തോണ്ടായിരിക്കും ഞാൻ കറക്റ്റ് പാസ്സായി. എന്തായാലും ഭയങ്കര പിന്നെ ട്യൂട്ടേഴ്സ് ടീന മാം പിന്നെ എല്ലാരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഭയങ്കര ഒരു വലിയൊരു സ്വപ്നം സാക്ഷാത്കരിച്ച് താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. സൗദി നിന്നല്ലേ പറഞ്ഞത്? അതെ. അപ്പൊ വർക്ക് ചെയ്യുന്ന അല്ലെ ആ പ്ലേസിൽ എല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കുമല്ലോ. എല്ലാരും ഭയങ്കര ഹാപ്പിയാ. എല്ലാരും നീതൂസിൽ പഠിച്ചുകൊണ്ട് എല്ലാവർക്കും ഉറപ്പുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു നീ ഇപ്രാവശ്യം എന്തായാലും പാസ്സാവും, ഒന്നും പേടിക്കണ്ടെന്ന്. അവർക്ക് എല്ലാവർക്കും ഉറപ്പായിരുന്നു. അപ്പം ഭയങ്കര ഹാപ്പി. താങ്ക് യു സോ മച്ച്. റീഡിംഗ് ലിസണിംഗ് എന്ന് പറയുന്ന 2 മോഡ്യൂള് ഒത്തിരി ആളുകൾ അല്ലെ, ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ്. അതിനെങ്ങനെയാണ് ചെയ്യേണ്ടത്, കൃത്യമായിട്ട് ഇതെങ്ങനെ ചെയ്യും എന്നൊരു സ്ട്രാറ്റജി ഒന്നും അറിയാതെയാണ് പലരും എക്സാമിന് പോണത്. അപ്പം ഇന്നൊരു വിന്നർ ആയിട്ട് വന്നിരിക്കുമ്പം ആ 2 മോഡ്യൂളുകളും ക്രാക്ക് ചെയ്യാൻ എക്സാക്ട്ലി എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് പറയാൻ പറ്റും. തീർച്ചയായിട്ടും അതിന് സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ട് അല്ലെ? അതെ, ഒരുപാട് സന്തോഷം അഞ്ജലി. താങ്ക് യു സോ മച്ച്. Thank you so much, dear. Yes. Thank you so much. We'll move on with Nishant, offline student ആണ്. Yes, Nishant, unmute ചെയ്തേ. Hi ma'am, good evening. Hi, good evening. പറഞ്ഞു Nishant. Yes, good evening. Actually, I was very much excited, ma'am. Actually, I'm non-Malayali. എനിക്ക് മലയാളം അത്ര എനിക്ക് പ്രോപ്പർ ആയിട്ട് അറിയാൻ പാടില്ല. No problem. Actually, this was my second attempt, ma'am. Okay. I got a score like 3 B's and 1 C. In reading. Reading was my toughest module. Okay. I cleared all 3 modules with B. I got C in reading. Then I reached Neethus. Okay. After reaching Neethus, especially Vandana ma'am, her tips and strategies were so good. Without her help, I couldn't be able to make the score. Actually, I'm very thankful to my teachers, all my teachers, mainly Vandana ma'am, and then listening Divita ma'am. Yes. Then actually, I'm not good at remembering names, so I don't recall all the teachers' name. Anila ma'am, every ma'am was very supportive. Okay. I'm very thankful for that. Thank you so much, Nishant. Nishant നമ്മുടെ ഓഫ്ലൈൻ സ്റ്റുഡന്റ് ആണ്. സോ അല്ലെ, വളരെ കുറച്ച് നാളുകൾ അല്ലെ നമ്മുടെ എല്ലാ സക്സസ് ടോക്സിലും എനിക്ക് തോന്നുന്ന ആദ്യത്തെ 3 ലെയറിൽ ഏതെങ്കിലും ഒരു ലെയറിൽ എനിക്ക് നിശാന്തിനെ കാണാൻ പറ്റും. ഭയങ്കര ഈഗർലി എല്ലാരും പറയണൊക്കെ കേട്ട് എക്സൈറ്റഡ് ആയിട്ട് ഇരുന്ന ഒരാളാണ്. ഒരുപാട് സന്തോഷം നിശാന്ത്. താങ്ക് യു സോ മച്ച്. ഓക്കെ, we'll meet again. Yes, sure, thank you. Offline. Okay. Yes. Thank you. So we will move on with Lizzie. Hi Lizzie Manoj. പറഞ്ഞ ലിസി, എക്സൈറ്റഡ് ആണോ? ഗുഡ് ഈവനിങ്. യെസ് മാം, എന്റെ തേർഡ് അറ്റംപ്റ്റ് ആണ്. ആദ്യം ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂഷനില് റൈറ്റിംഗ് സ്പീക്കിംഗ് ചെയ്തായിരുന്നു. പിന്നെ ഞാൻ സെൽഫായിട്ട് സെക്കൻഡ് ടൈം എഴുതിയത്. ഇത് എനിക്ക് ഫ്രണ്ട്സ് ആണ് സജസ്റ്റ് ചെയ്തത്. ഈ ദിവസം ഞാൻ വർക്ക് ചെയ്യുന്ന ഒമാനിലാണ്. ലീവിന് വന്നതാ. അപ്പോ എനിക്ക് എന്തായാലും ഈ പ്രാവശ്യം ക്രാക്ക് ചെയ്യണം. അപ്പോ ഈ ദിവസം ഞാൻ സെലക്ട് ചെയ്തു. എല്ലാ ട്രെയിനേഴ്സിനും താങ്ക്സ്. റീഡിംഗ് 330, ലിസണിംഗ് 60, റൈറ്റിംഗ് ആൻഡ് 380. അടിപൊളി. 270 ആയിരുന്നു ലാസ്റ്റ് ലിസണിംഗ്. 270 ആയിരുന്നു ലിസണിങ്ങിന്. അതാണ് ഇപ്പൊ എവിടെ എത്തിയിരിക്കുന്നത്? 380. 360 അല്ലെ? അടിപൊളി. അപ്പൊ 270 എന്ന് പറയുന്ന ഒരു സ്കോറിൽ നിന്ന് 360 എന്ന് പറയുന്ന ഒരു സ്കോറിലോട്ടുള്ള ജേർണി ഒട്ടും ചെറുതല്ല അല്ലെ? അതെ, അതും ഒരു ഷോർട്ട് പീരീഡിനുള്ളിൽ അല്ലെ. ഇപ്പൊ ലീവിന് വന്ന ഒരാള് ഇന്ന് വിന്നർ ആയിട്ട് വന്നിരിക്കുക, അതും ഇത്രയും ഒരു ചേഞ്ച് അല്ലെ സ്കോറിൽ വരുത്തിക്കൊണ്ട് വന്നിരിക്കുക. ഒരുപാട് സന്തോഷമാണ് ലിസി. ഇത് കാണുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലെ. റീഡിങ്ങും ലിസണിങ്ങും എന്നെ കൊണ്ട് പറ്റില്ല, ഇതെങ്ങനെയാ സ്കോർ കൂടണം, ഇത് എന്താ കൂടാത്ത എന്നൊക്കെ ഒരുപാട് കൺസേൺഡ് ആയിട്ടുള്ള ഒത്തിരി ആളുകളുണ്ട്. അവർക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഇൻസ്പിറേഷൻ ആണ്. ഇറ്റ് ഈസ് പോസിബിൾ. കാരണം 270 നിന്ന് 390 എന്ന് പറയുന്ന ഒരു സ്കോറിലോട്ട് ഈസി ആയിട്ട് നീതൂസിനോടൊപ്പം നടന്നു കയറിയ ആളാണ് ലിസി. ഒരുപാട് സന്തോഷം, ഒത്തിരി സന്തോഷം ലിസി. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഡിയർ. യെസ്, വി വിൽ മൂവ് ഓൺ വിത്ത് ഗീതു. ഹായ് ഗീതു, പറഞ്ഞേ. ഹായ് മാം, ഗുഡ് ഈവനിങ് മാം. ഹായ്, ഗുഡ് ഈവനിങ്. യെസ് മാം, ഞാൻ February 8th എക്സാം എഴുതിയ ആളാണ്. കഴിഞ്ഞ മിനിറ്റ് എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല.
പറ്റിയില്ല. ഓക്കെ, യെസ്. ഫസ്റ്റ് ഓഫ് ഓൾ തമ്പുരാനും മാതാവിനും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഓക്കെ. എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് മാം. ആൻഡ് മാമിനെ സെക്കൻഡ് ആക്കുന്നതല്ല, മാം തന്നെയാണ് സെക്കൻഡ്. ആദ്യത്തെ മാമിന്റെ ഇൻട്രോഡക്ടറി ടോക്കാണ്. നിങ്ങളുടെ ഡ്രീംസ് നിങ്ങളെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല എന്നുള്ള മാമിന്റെ ടോക്കാണ് എന്നെ ശരിക്കും ഇൻസ്പയർ ചെയ്തത്. എനിക്ക് ഏറ്റവും പാടുള്ള ഒരു മൊഡ്യൂളായിരുന്നു റീഡിങ്. റീഡിങ് എനിക്ക് ഏറ്റവും പാടായിരുന്നു. വിനോദ് സാറ് ഒത്തിരി ഒരു എനിക്ക് ആദ്യമൊക്കെ സാറിന്റെ ക്ലാസ്സിൽ കയറുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. കാരണം ഒരു ആൻസർ പോലും എനിക്ക് കറക്റ്റ് ആവാറില്ല. ബൈ ഗോഡ് ഗ്രേസ് ആൻഡ് സാറിന്റെ അനുഗ്രഹം കൊണ്ടും എനിക്ക് ലിസണിങ് ഒഴിച്ച് ബാക്കി 3നും 350 തന്ന് തമ്പുരാൻ അനുഗ്രഹിച്ചു. അടിപൊളി. എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഞാൻ മാൾട്ടയിലായിരുന്നു. ഓൺലൈനാണ് ചെയ്തത്. നാട്ടിൽ വന്ന് എക്സാം എഴുതി. അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ ട്യൂട്ടേഴ്സും, ടീന മാം, ക്ലാര മാം, ടീന മാം ഒക്കെ പിടിച്ചെത്തി, ദീപ മാം, സണ്ണി സർ, എല്ലാവരും മീൻസ് എല്ലാ ട്യൂട്ടേഴ്സിനെയും എനിക്ക് പേരെടുത്ത് പറയാൻ പറ്റിയില്ല. എന്നാൽ പോലും എല്ലാവരും എക്സ്ട്രീംലി സപ്പോർട്ട് ചെയ്തു. നീതൂസ് ഡെഫിനറ്റ്ലി ഒരു ഗ്രേസ് ഉള്ള അക്കാഡമിയാണ്. അത് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. ഏറ്റവും അധികം സ്റ്റുഡൻസിൽ നിന്ന് കേട്ടിരിക്കുന്ന ഒരു വാക്കാണ് ബ്ലെസ്ഡ്, അല്ലെ? യെസ്, അതെ. ഒരുപാട് സന്തോഷം കേട്ടു, ഒരുപാട് സന്തോഷം. യെസ്, ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു അബണ്ടൻലി. വി ഓൾസോ നീഡ് വിസ്ഡം, അല്ലെ? നമുക്ക് ആളുകളെ ഗൈഡ് ചെയ്യണമെങ്കിൽ നോളജ് മാത്രം പോരാ. വി നീഡ് വിസ്ഡം. കറക്റ്റ് ആണോ? യെസ്. താങ്ക് യു സോ മച്ച് ഡിയർ. So we will move on with Roshni. Hi Roshni, പറഞ്ഞേ. Hi ma'am. Hi, good evening. Good evening ma'am. ആക്ച്വലി ഞാൻ എന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നു. പക്ഷെ എനിക്ക് വളരെ അത്യാവശ്യമായിരുന്നു എക്സാം എഴുതുക എന്നുള്ളത്. കാരണം ഞാനൊരു സ്റ്റേജ് ഓഫ് പ്രോസസ്സിംഗിൽ നിൽക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു അറ്റംപ്റ്റ് എന്തായാലും അങ്ങ് ചെയ്തതാണ്. പക്ഷെ ഐ എം റിയലി സോ ഹാപ്പി. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ പഠിക്കാമെന്നായിരുന്നു വിചാരിച്ചത്. യൂട്യൂബ് ഒക്കെ നോക്കി തന്നെ പഠിക്കാമെന്ന് വിചാരിച്ചപ്പം എന്നോട് ഹസ്ബൻഡ് ഇങ്ങനെ, എനിക്കറിയാം നീതൂസിനെ പറ്റി ഞാൻ കേട്ടിട്ടൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഞാൻ ഓപ്റ്റ് ചെയ്യണോന്നൊരു ഡൗട്ടിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പം എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു നീതൂസ് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ നീതൂസ് ജോയിൻ ചെയ്തു കഴിഞ്ഞ് എന്റെ ഈ കുത്തിയിരിപ്പ് കണ്ടപ്പോഴത്തേക്ക് അന്നേരം തന്നെ പുള്ളി ഉറപ്പിച്ചു പാസ്സാവുന്നുള്ളത്. കാരണം എന്നോട് പുള്ളി അന്ന് തൊട്ട് പറയായിരുന്നു, ഇപ്പൊ നമ്മൾ ഒരു പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞവരാ നമ്മളെല്ലാരും. പക്ഷെ അങ്ങനെയല്ല. ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും എത്ര സ്ട്രക്ചേർഡ് ആയിട്ട് പോകുന്ന ഒരു കോഴ്സ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അത്രയ്ക്ക് വെൽ സ്ട്രക്ചേർഡ്. അതുപോലെ ഈ ടീച്ചേഴ്സ് എല്ലാവരും, നമ്മുടെ എല്ലാ ട്യൂട്ടേഴ്സും, എസ്പെഷ്യലി എന്റെ സ്പീക്കിംഗ് ടീച്ചേഴ്സ് എല്ലാവരും, അഡ്വാൻസ്ഡ് തൊട്ട് അനറ്റ് മാം തൊട്ട് എല്ലാവരും, ടീന മാമും സോണിയ മാമും എല്ലാവരും വളരെ, എനിക്ക് സ്പീക്കിംഗ് ആയിരുന്നു കൂടുതൽ സ്കോർ വേണ്ടിയിരുന്നത്. പക്ഷെ എനിക്ക് റിയലി അവരെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അതുപോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ പുറകെ ഒരാളിൽ നിന്ന് നമ്മളെ തള്ളി കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് അറിയത്തില്ല വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ടോ എന്ന്. ഞാൻ വേറെ അറ്റൻഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല എങ്ങനെയുണ്ടോ എന്ന്. എനിക്ക് ദൈവത്തിന്റെ ഒരു വലിയ കൃപ മാത്രമാണ്. ശരിക്കും ഇപ്പം പറഞ്ഞ ആള് പറഞ്ഞതുപോലെ ഇതൊരു ബ്ലെസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് കേട്ടോ. ഐ എം റിയലി പ്രൗഡ്. ഇവിടുത്തെ നീതൂസിന്റെ ഒരു കാൻഡിഡേറ്റ് ആണെന്ന് പറയുന്നത് തന്നെ എനിക്കൊരു സന്തോഷം തന്നെയാണ്. സോ ഗ്ലാഡ്. ഒത്തിരി സന്തോഷം റോഷ്നി, ഒരുപാട് സന്തോഷം. റോഷ്നി പറഞ്ഞതുപോലെ റോഷ്നിയുടെ ഹസ്ബൻഡ് ആണ് നീതൂസിന്റെ. അതെ. അത് കാരണം ഞാൻ ഓരോന്നും, കാരണം മാം മോഡ്യൂൾസ് എല്ലാം, നോട്ട്സ് എല്ലാം, മെറ്റീരിയൽസ് എല്ലാം തരുമ്പം തന്നെ ഞാനതെല്ലാം ഓരോന്നും ഓരോ ഫയലുകളാക്കും. ഡയമണ്ട് ആയിരുന്നു ഞാൻ. അപ്പൊ ഡയമണ്ടിന്റെ എല്ലാം ഡയമണ്ട് എന്ന് മോളിൽ പേര് എഴുതി വെച്ച്, ഡയമണ്ടിന്റെ ലിസണിങ് വേറെ, റീഡിങ് വേറെ. അപ്പൊ ആ ഒരു സ്ട്രക്ചർ കണ്ടപ്പോഴേ പുള്ളി പറഞ്ഞു ഒന്നും പേടിക്കണ്ട, നീ പാസ്സാവുന്നുള്ളൂ. അപ്പൊ ശരിക്കും പക്ഷെ അതൊന്നും ഞാൻ മനസ്സിലോട്ടൊന്നും എടുത്തൊന്നുമില്ല. കാരണം പഠിക്കുമ്പോ നമുക്ക് ടെൻഷനാണല്ലോ. പക്ഷെ റിസൾട്ട് വന്നപ്പോ ഭയങ്കര ഹാപ്പി ആയിരുന്നു മാം. എല്ലാവരും വീട്ടിലെല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു. ഒരുപാട് താങ്ക്സ് ഉണ്ട് മാം. എല്ലാവരും, ടീച്ചേഴ്സ് എല്ലാവരും, പ്രിയ മാം, പിങ്കി മാം, എല്ലാവരും, വന്ദന മാം ഒക്കെ ഇനിഷ്യൽ മാത്രമേ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്റെ ടൈം അനുസരിച്ച് ഞാൻ പിങ്കി മാമിന്റെ ക്ലാസ്സിലായിരുന്നു കൂടുതൽ കയറിയത്. എല്ലാവരും, മെന്റേഴ്സ് എല്ലാവരും, ഒരുപാട് താങ്ക്സ് എല്ലാവർക്കും. Thank you so much Roshni. Convey my regards to your husband also. ഈ ഒരു ടീമിന്റെ സപ്പോർട്ടോ എപ്പോഴും ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീതൂസിലെ ക്രൂ മെമ്പേഴ്സ് ഭയങ്കര അടിപൊളിയാണെന്ന് എല്ലാവരും പറയാറുണ്ട്. അതെ, നല്ലൊരു ടീം ഉണ്ട്, വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള, ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന ഒരു ടീം ഉണ്ട്. അത് തന്നെയാണ് നീതൂസിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. ഓക്കെ, എല്ലാവരോടും ഞങ്ങളുടെ സ്പെഷ്യൽ
സ്പെഷ്യൽ താങ്ക്സ്. ഞങ്ങളുടെ ആക്ച്വലി ഞാൻ എന്റെ കോഴ്സ് കഴിഞ്ഞില്ല മാം, എനിക്കിപ്പോ തീരുന്നതേ ഉള്ളായിരുന്നു. ഈ വീക്കിലായിരുന്നു എന്റെ കോഴ്സ് തീരുന്നത്. അവരാരും എന്റെ കൂടെ ഇല്ലതല്ല. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രീവിയസ് ബാച്ചിലെ സ്റ്റുഡൻസ് ആയിരുന്നു എല്ലാവരും. എനിവേ ഞങ്ങളുടെ എല്ലാവരുടെയും വക സ്പെഷ്യൽ താങ്ക്സ് എല്ലാവർക്കും, ഞങ്ങളെ ഇത്രത്തോളം പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്തതിന്. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു സോ മച്ച് റോഷ്നി. താങ്ക് യു മാം. Thank you, dear. Yes. We will move on with Swati. Hi, Swati. Parne. Hi, ma'am. Good evening. Hi, good evening. Good evening. ഞാൻ 3-month കോഴ്സ് ആയിരുന്നു ചൂസ് ചെയ്തത്. നവംബർ 1 സ്റ്റാർട്ട് ചെയ്തത്. ഇതെന്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആണ്. ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ ചെയ്തത് 2022 പിന്നെ ഒരു ലോങ് ഗ്യാപ്പ് ആയി പോയി. കാരണം അന്ന് എനിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസും കോച്ചിങ് ഒന്നും ഇല്ലായിരുന്നു. വേറെ അക്കാഡമിയിലായിരുന്നു പഠിച്ചത്. നീതൂസിനെ കുറിച്ച് അന്ന് എനിക്ക് അറിയായിരുന്നു, പക്ഷേ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് ഞാൻ സൗദി വർക്ക് ചെയ്യായിരുന്നു. ഇപ്പൊ റീസെന്റ് റിസൈൻ ചെയ്ത് വന്നതായിരുന്നു. അപ്പൊ അന്ന് ഡ്യൂട്ടിയുടെ ഇടയിൽ നീതൂസിലെ ക്ലാസ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്നൊരു ഡൗട്ട് ആയിരുന്നു. കാരണം ഇവിടെ സ്ട്രിക്റ്റ് ആണെന്നുള്ള കാര്യം എനിക്കറിയാം, ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പൊ റിസൈൻ ചെയ്ത് വന്ന് 3-month കോഴ്സ് ചെയ്തു. നല്ല ക്ലാസ് ആയിരുന്നു. റീഡിംഗ് ലിസണിംഗ് ആയിരുന്നു എനിക്ക് ഫസ്റ്റ് വളരെ ടഫ് ആയിട്ടുള്ളത്. ആദ്യം എനിക്ക് റൈറ്റിംഗ് ടഫ് ആയിരുന്നു, പക്ഷെ ഡേ ബൈ ഡേ ഇംപ്രൂവ് ആയി വന്നു. സ്പീക്കിംഗ് ഓക്കെ ആയിരുന്നു. എന്നാലും ആ സ്ട്രക്ചർ ഒക്കെ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഉണ്ടായത്. സ്ട്രക്ചർ ഒന്നും എനിക്ക് പ്രോപ്പർ അല്ലായിരുന്നു. കഴിഞ്ഞ അക്കാഡമിയിൽ വെച്ചിട്ട് അവര് പ്രത്യേകിച്ച് സ്ട്രക്ചർ ഒന്നും ഇല്ല. നോർമൽ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവാലുവേഷൻ ക്രൈറ്റീരിയ വെച്ചിട്ടുള്ള ഒരു സ്ട്രക്ചർ ഇവിടെ വന്നിട്ടാണ് എനിക്ക് കിട്ടിയത്. അത് ഒത്തിരി ഹെൽപ്പ് ചെയ്തു എന്നെ. ഇപ്പൊ എക്സാമിലും ഇവിടെ സ്പീക്ക് ചെയ്തപ്പോ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഏറ്റവും ടഫ് ആയിട്ടുള്ള മൊഡ്യൂൾ സ്പീക്കിംഗ് തന്നെയായിരുന്നു അല്ലേ? എനിക്ക് റീഡിംഗ് ലിസണിംഗ് ആയിരുന്നു മാം. എനിക്ക് റീഡിംഗിന് ഇപ്പൊ എക്സാം ടൈമിൽ തന്നെ എനിക്ക് പാർട്ട് സി ശരിക്കും അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് അതിനെ കുറച്ച് സ്കോർ കുറഞ്ഞത് 330 ആയി പോയി. ലിസണിങ് എനിക്ക് 350 ഉണ്ട്. പക്ഷെ റീഡിംഗ് എനിക്ക് അത്ര ടഫ് ആയിരുന്നു. ഞാൻ റീഡിംഗ് എനിക്ക് കിട്ടുമെന്ന് ഓർത്തതേ അല്ലായിരുന്നു. അടിപൊളി. അപ്പം നീതൂസിനോടൊപ്പം ഉള്ള ഒരു ജേർണി ഫ്രൂട്ട്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തേക്കാണ് സ്വാതി. ഒരുപാട് സന്തോഷം. ഒത്തിരി സന്തോഷം. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. വി വിൽ മൂവ് ഓൺ വിത്ത് അനഘ. ഹായ് അനഘ. എനിക്ക് ഡ്യൂട്ടിയിലാണ്. ഹായ് അനഘ, കേൾക്കാമോ? കേൾക്കുന്നില്ല തോന്നുന്നു. വി വിൽ മൂവ് ഓൺ വിത്ത് ദിവ്യ. ഹായ് ദിവ്യ. ദിവ്യ ടെലിസ്. യെസ് ദിവ്യ, പറഞ്ഞേ. Good evening, ma'am. Good evening, dear. I'm very thankful to you and your institution, ma'am. Before I was taking in other institution, and first attempt I failed in all the 4 modules. So I thought I can take like NEETU. One of my friends suggested that NEETU is one of the best institutions. I'm really very glad and very thankful to you, ma'am, and all the staff, ma'am, like all the teachers of mine. They were motivating me. Like the reading module was tough for me, and also the writing, and all the teachers were very good, and I learned more like how to speak very effectively, and also the writing. Everything whatever I studied, everything from the tutors only. So I'm very grateful to them, and also for you also. I'm very thankful to you, ma'am. Thank you so much. I'm very happy. Thank you so much, dear. Okay, we'll provide all the assistance for your processing. Okay, ma'am. Thank you so Thank much. you very much. Thank you so much. Thank you so much. God bless you. Thank you, ma'am. Thank you. Thank you, dear. Yes. Okay. അപ്പൊ ഒരുപാട് സന്തോഷം നിങ്ങള് ഇത്രയും പേര് അല്ലെ വിന്നേഴ്സ് മീറ്റിൽ വന്നു. നിങ്ങളുടെ ഒരു ജേർണീനെ പറ്റി അല്ലെ നിങ്ങൾ ഡിസ്കസ് ചെയ്തു. വളരെ എക്സൈറ്റഡ് ആയിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. നീതൂസിനോടൊപ്പം ഉണ്ടായിരുന്ന ജേർണിയെ പറ്റി നിങ്ങൾ പറഞ്ഞു അല്ലെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പം അല്ലെ നമ്മുടെ ഈ ഒരു വിന്നേഴ്സ് മീറ്റ് എല്ലാ പ്രാവശ്യം എനിക്ക് ഇതിനകത്ത് തന്നെ വിന്നേഴ്സ് മീറ്റ് കണ്ട് നീതൂസിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻസ് ഉണ്ടാവും അല്ലെ. ഇല്ലേ, വിന്നേഴ്സ് മീറ്റ് കണ്ട് വന്നവരുണ്ട്. അപ്പൊ നിങ്ങളുടെ ഈ ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും ഇനി ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിനെ ഇതിലോട്ട് അല്ലെങ്കിൽ OET പറ്റി ഒന്നുകൂടെ തിങ്ക് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെ ഒന്നും കൂടെ തിങ്ക് ചെയ്യാനായിട്ട് അവരെ മുന്നോട്ട് നടത്താൻ മിക്കവാറും നമ്മുടെ വിന്നേഴ്സ് മീറ്റുകൾ തന്നെയാണ്. സക്സസ് ടോക്സ് ആണെങ്കിലും വിന്നേഴ്സ് മീറ്റ് ആണെങ്കിലും ഒക്കെ ഒരുപാട് സ്റ്റുഡൻസ് വീണ്ടും അല്ലെ വേണ്ട ഇനി എഴുതത്തില്ല മതി എന്നൊക്കെ വിചാരിച്ച് നിർത്തിയിരിക്കുന്നിടത്ത് നിന്ന് തുടങ്ങുന്നത്. ഇപ്പൊ ഇതിനകത്ത് തന്നെ മൾട്ടിപ്പിൾ ടൈംസ് അറ്റംപ്റ്റ് ചെയ്ത സ്റ്റുഡൻസ് ഉണ്ട് അല്ലെ. എന്റെ 3rd അറ്റംപ്റ്റ് ആയിരുന്നു, 4th അറ്റംപ്റ്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അന്ന് ഇതിന്റെ പ്രീവിയസ് അറ്റംപ്റ്റുകളിൽ ഞാൻ നിർത്തുവാണ്, ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഇന്നൊരു വിന്നറായിട്ട് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് ബാക്കിയുള്ളവരെ ഇൻസ്പയർ ചെയ്യാനായിട്ട് നമ്മൾ ഉണ്ടാവത്തില്ലായിരുന്നു അല്ലെ. അപ്പോ ഓരോ പരാജയങ്ങളും ഇപ്പം ഇന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു വിന്നേഴ്സ് മീറ്റ് കാണുന്ന ആളുകളോടാണ് നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ 1, 2, 3 പ്രാവശ്യം നിങ്ങൾ എഴുതി പരാജയപ്പെട്ടവരാണെങ്കിലും ഒരു ദിവസം ഉറപ്പായിട്ടും അത് നിങ്ങളുടെ ദിവസമാണ്. നിങ്ങളൊരു വിന്നറായിട്ട് തന്നെ വരും, എനിക്കതിൽ ഒരു ഡൗട്ടും ഇല്ല. വി ആർ
ഹിയർ ടു ഗൈഡ് യു. ആ ഒരു ബ്ലെസ്സിങ്ങില്, ആ ഒരു പ്രോപ്പർ ഗൈഡൻസിൽ നിങ്ങൾക്കും ഇത് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നീതൂസ് ഉണ്ട് ഒപ്പം. ഈ കാണുന്ന എല്ലാ വിന്നേഴ്സും, ഈ ഇരിക്കുന്ന എല്ലാ വിന്നേഴ്സും ഇതേ ജേർണി കൂടെ, വളരെ ടഫായിട്ടുള്ള ഒരു ജേർണി കൂടെ പോയവരാണ്. അവരും അല്ല, ഇപ്പം റോഷിയുടെ ഒക്കെ കേസിലാണെങ്കിൽ റോഷി പറഞ്ഞു പെട്ടെന്ന് എഴുതേണ്ട വന്നു, എഴുതി. സോ ഇതുപോലെ പല പല പ്രശ്നങ്ങളിലൂടെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലെ. അതെല്ലാം മാറ്റിവെച്ച് ആ ഒരു എയിമിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടപ്പം ഇന്നൊരു വിന്നറായിട്ട് നമ്മുടെ മുന്നിൽ വന്നേക്കുവാണ്. ഒരുപാട് സന്തോഷം. ഗോഡ് ബ്ലെസ് യു അബണ്ടൻലി. അപ്പൊ എല്ലാവർക്കും ഇനിയുള്ള പ്രോസസ്സിങ്ങിലും നീതൂസ് ഉണ്ടാവും. ഒപ്പം എന്താവശ്യത്തിനും വിളിക്കാൻ നമ്മൾ ഒരു ഫാമിലിയാണ്. നിങ്ങൾ ആരും എങ്ങോട്ടും പോകുന്നില്ല. ഇനിയും ഒരുപാട് വിന്നേഴ്സ് ജോയിൻ ചെയ്യാനുണ്ട്. അവർ അടുത്ത വിന്നേഴ്സ് മീറ്റിൽ ജോയിൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഒരുപാട് സന്തോഷം. ഗോഡ് ബ്ലെസ് യു അബണ്ടൻലി. എപ്പോഴും പറഞ്ഞു നിർത്തുന്നത് പോലെ നിങ്ങളുടെ പ്രോസസ്സിങ് കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ഡ്രീം കൺട്രിയിലെത്തി, നിങ്ങളുടെ ഫാമിലി നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്ന റീലിന്റെ ലിങ്ക് എന്റെ വാട്സപ്പിൽ വരുന്നത് വരെ വി ആർ ഈഗർലി വെയിറ്റിംഗ് ഫോർ ദാറ്റ്. അല്ല, ഞങ്ങൾ നിങ്ങളെക്കാൾ എക്സൈറ്റഡ് ആണ്. ഓരോ റിസൾട്ടുകൾ വരുമ്പോഴും ഞങ്ങളാണ് അങ്ങോട്ട് മെസ്സേജ് അയക്കുന്നത് അല്ലെ. അതെ കുഞ്ഞെ ചെക്ക് ചെയ്തോ, റിസൾട്ട് വന്നില്ലേ, ചെക്ക് എന്ന് പറയണത് തീർച്ചയായിട്ടും ഇവിടുന്ന് അങ്ങോട്ടാണ് പറയാ. ചിലപ്പോൾ നിങ്ങൾ ഓർത്തുനിന്ന് വരില്ല അല്ലെ. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഈഗർലി വെയിറ്റ് ചെയ്തിരിക്കുക നിങ്ങളുടെ ഓരോരുത്തരുടെ റിസൾട്ടിന് വേണ്ടി. അപ്പൊ ഒരുപാട് സന്തോഷം ഇത്രയും ടൈം ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്തതിൽ. നമുക്ക് വീണ്ടും കാണാം. അടുത്ത ഒരു വിന്നേഴ്സ് മീറ്റുമായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവര് നമ്മൾ വീണ്ടും കാണും. അപ്പം ഗോഡ് ബ്ലെസ് യു അബണ്ടൻലി. താങ്ക് യു. Good night.